നല്ല ചക്കപ്പഴം കിട്ടി തുടങ്ങിയില്ലേ? ഇന്ന് ചക്കപ്പഴം കൊണ്ട് തയ്യാറാക്കുന്ന 3 പലഹാരങ്ങളായാലോ? അതിലൊന്നൊരു വെറൈറ്റി ആയിട്ടാണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ വെറൈറ്റി ഐറ്റത്തിൽ തുടങ്ങാം അല്ലേ? അതിനായിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/4 കപ്പിൽ താഴെയാണ് കേട്ടോ ചോറ് എടുത്തിട്ടുള്ളൂ. കൂടെ ഒരു 1/2 സ്പൂൺ ഉപ്പും ഒരു 5 സ്പൂണോളം പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഒരു 1/2 സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. അടുത്തത് നമ്മുടെ ചക്കപ്പഴം ഞാനിവിടെ ഒന്ന് അടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. ഒരു 1/4 കപ്പ് മുഴുവനായിട്ടില്ല, 1/4 കപ്പിൽ കുറച്ചുകൂടെ കുറവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്രയും ചക്കപ്പഴം ഞാനിതിലേക്ക് നന്നായിട്ട് അടിച്ച് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി കൂടെ ചേർത്തങ്ങ് അടിച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഒരു 2 മണിക്കൂർ നേരം കഴിയുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് പുളിച്ച് കിട്ടും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിന് പകരം നമുക്ക് സാധാ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിക്കാനെടുക്കുന്ന സമയം കൂടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് പുളിച്ചിരിപ്പുണ്ട്. ഇനി ഇത് നമ്മൾ വട്ടയപ്പത്തിന് ആവി കയറ്റുന്ന പോലെ അങ്ങ് ആവി കയറ്റാൻ പോവാണ് കേട്ടോ. ആവി കയറ്റുന്ന പാത്രത്തിൽ നന്നായിട്ട് നെയ്യോ എണ്ണയോ തടവി കൊടുത്ത ശേഷം വേണം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു 1/2 മണിക്കൂറിന് അടുത്തെടുക്കും നമുക്കിത് വെന്ത് കിട്ടാൻ. ചക്ക ആയതുകൊണ്ട് കുറച്ച് ഒട്ടിപ്പിടിക്കലുണ്ടാവും ചൂടുള്ളപ്പോൾ. ചൂട് നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ ആ ഒട്ടിപ്പിടുത്തം കുറയും. ആവി കയറ്റുന്ന സമയത്ത് ഇതുപോലെ ചെറിയോ കശുവണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ വേണ്ടവർക്ക് അതും ഇട്ട ശേഷം ആവി കയറ്റിയെടുക്കാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ? സംഗതി കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നന്നായിട്ട് ചൂടാറിയ ശേഷം ഡീമോൾഡ് ചെയ്ത് മുറിച്ചെടുക്കണേ, അല്ലെങ്കിൽ ചെറിയൊരു ഒട്ടിപ്പിടുത്തം ഉണ്ടാവും. അപ്പോൾ സംഗതി എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അടുത്തത് എന്നെ സംബന്ധിച്ചൊരു നൊസ്റ്റാൾജിക് ഐറ്റം തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 1/2 കപ്പ് ശർക്കരയിലേക്ക് ഏതാണ്ട് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് പാനിയാക്കിയ ശേഷം നമുക്കത് അരിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വിളയിച്ചെടുക്കണം. കൂടെ ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂണോളം ഏലക്കാപ്പൊടി ചേർക്കാം. ഇതിൻ്റെ പാനിയൊക്കെ അങ്ങ് വറ്റി തുടങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് 1 സ്പൂണോളം നെയ്യും പിന്നെ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കപ്പഴം കൂടെ ചേർക്കുകയാണ് കേട്ടോ. ചക്കപ്പഴം ഞാനിവിടെ ഏതാണ്ട് ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതിനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം. എനിക്ക് ഈ ചക്ക വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോണത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത്. ഈ ചക്ക ഉടഞ്ഞു പോണതാണ് ഇഷ്ടം എന്നുള്ളവർക്ക് അത് അങ്ങനെ ആക്കിയെടുക്കാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഈ ചക്ക അങ്ങ് ഉടച്ച് കളയാറില്ല. ഈ ഒരു പരുവത്തിനാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഗോതമ്പ് പൊടി വേണം. ഞാനിവിടെ 1 കപ്പാണ് കേട്ടോ ഗോതമ്പ് പൊടി എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 സ്പൂണിൻ്റെ പകുതി ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണോളം കറുത്ത എള്ളൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ്. കുറച്ച് കട്ടിയായിട്ടുള്ള പരുവത്തിനാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. ഏതാണ്ട് ഒരു 1/4 കപ്പിൻ്റെ താഴെയാണ് കേട്ടോ എനിക്ക് വെള്ളം ആവശ്യം വന്നുള്ളൂ. അത് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കാതെ പല തവണയായിട്ട് ഒഴിച്ച് നമുക്കിത് ഈ ഒരു പരുവത്തിന് വേണം കിട്ടാൻ. ഇനി നമുക്ക് ഈ മാവ് വാഴയിലയിൽ പരത്തിയെടുക്കണം. അപ്പോൾ വാഴയിലയിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഗോതമ്പിൻ്റെ മാവ് ചേർത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ സ്പ്രെഡ് ചെയ്യാവുന്നതേ ഉള്ളേ. അപ്പോൾ നമ്മൾ ആ ഗോതമ്പ് പൊടിക്ക് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ കട്ടി കുറഞ്ഞു പോയാൽ നമുക്കിതുപോലെ പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല. കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പരത്തിയെടുത്താൽ നമുക്കിതുപോലെ നല്ല കനം കുറച്ച് നമ്മുടെ മാവ് ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ഫില്ലിങ് ചേർക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒരു പകുതി ഭാഗത്ത് ഇതുപോലെ നമുക്ക് ഒരു ലെയർ വരുന്ന പോലെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇല ഇതുപോലെ അങ്ങ് അടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ആവി കയറ്റിയെടുക്കണം. ഏതാണ്ട് ഒരു 15-20 മിനിറ്റിന് അടുത്തെടുക്കും കേട്ടോ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടാൻ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറക്കുന്നുണ്ട്. ആ തുറക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ട്. ആ ചക്കപ്പഴത്തിൻ്റെയും ആ വാഴയിലയുടെയും അതുപോലെ ആ ഗോതമ്പ് പൊടിയൊക്കെ ചേർന്നുള്ളൊരു മണം. ഇല അടയിൽ ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ അങ്ങ് തുറന്ന് കിട്ടിയാൽ നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണേ. ഇതിന് ഇതുപോലെ അങ്ങ് പൊളിച്ച് തിന്നാൽ മതി. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ് ഈ അട. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം അല്ലേ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂണോളം പഞ്ചസാരയും ഒരു 1/4 സ്പൂണിൽ താഴെ ഉപ്പും ചേർക്കാം.
പഞ്ചസാരയും ഉപ്പൊക്കെ നന്നായിട്ട് അലുത്ത് ആ വെള്ളം തിളച്ചു തുടങ്ങിയാൽ ഞാൻ അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കുകയാണ് കേട്ടോ. നമ്മുടെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ പൊടിയാണ്, വറുത്ത അരിപ്പൊടി. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കോഴിക്കട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കണം. ഒട്ടും പൊട്ടിപ്പോവാതെ നമുക്ക് കിട്ടണമെങ്കിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണേ, ഇല്ലെങ്കിൽ നമ്മൾ ആവി കയറ്റുന്ന സമയത്ത് പൊട്ടിപ്പോവും. ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ ഞാനിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇതിനി ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫില്ലിങ് വേണം. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച അതേ ഫില്ലിംഗ് ആണ്. ശർക്കര പാനിയിലേക്ക് തേങ്ങയിട്ട് വിളയിച്ച ശേഷം ഏലക്കാപ്പൊടിയും ചക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരിയുടെ ഉണ്ട ഇതുപോലെ ഒരു കുമ്പിളാക്കി എടുത്ത് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് ഉരുട്ടിയെടുക്കാം. ഒട്ടും പൊട്ടലില്ലാതെ നന്നായിട്ട് ഉരുട്ടി നല്ല ഇതുപോലെ ആക്കിയെടുക്കണേ. ഇതിന് നമ്മുടെ കോഴിക്കട്ടയൊക്കെ ആവിയേറ്റുന്ന പോലെ അങ്ങ് ആവിയേറ്റി എടുത്താൽ മതി. ഏതാണ്ട് ഒരു 15 മിനിറ്റ് മതിയായിരിക്കും നമുക്കിത് വെന്ത് കിട്ടാൻ. ഇതും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ കോഴിക്കട്ടയുടെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചക്ക ധാരാളം ഉള്ള സമയത്ത് ഇതുപോലെ ചക്ക കൊണ്ട് കോഴിക്കട്ട ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നമ്മുടെ ഈ 3 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ.